മലയാള മാസമായാലും ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഡോർ തുറക്കൂല, ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ വരലക്ഷ്മി വാ വാ എന്ന് പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞ് എന്നിട്ട് നമ്മൾ ഈ സിനിമൻ സ്റ്റിക്കിൻ്റെ പൊടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അകത്തേക്ക് ഊതി കളയും. ധനം വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുബേരലക്ഷ്മി വാ വാ എന്ന് പറഞ്ഞിട്ട് ധനം വരാൻ വേണ്ടിയിട്ട്. ധനമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ധനം ഉണ്ടെങ്കിലേ എല്ലാ കാര്യം നടക്കുള്ളൂ. പണമില്ലാത്തവൻ പിടം എന്നാ പറയുക. പണമാണല്ലോ അത്യാവശ്യം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സാത്വികമായ രീതിയിൽ ധനമുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം. നമ്മൾ സമുദായത്തിൽ അംഗീകരിക്കണമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിലും എല്ലാം ധനം വേണം. പണമില്ലാത്തവൻ പിടന്നാണ് പറയണത്, അതാ പറയുക. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാത് കഴിഞ്ഞു രാമായണം വായിച്ചു. കർക്കിടക മാസം 31-ാം തീയതി രാമായണമൊക്കെ തീർന്നു. ചിങ്ങമാസം 1-ാം തീയതി അഭിഷേകം ചെയ്യും. ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യും. ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കും. നമ്മൾ നേദ്യമൊക്കെ പോയി പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിച്ച് ആ മാസത്തെ എല്ലാ ഇതും കഴിഞ്ഞു ശ്രീരാമന് അഭിഷേകം ചെയ്തു. നമുക്ക് അതുപോലെ ഐശ്വര്യം വരും എന്നാണ് സങ്കല്പങ്ങൾ. അത് സത്യമാണ് കേട്ടോ. ഇപ്പം ചിങ്ങമാസത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓണം വരുന്നത്. ചിങ്ങമാസത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ മലയാളികളെല്ലാം സകലർക്കും ഒരാഘോഷമാണ്. മലയാളി എവിടെയുണ്ടോ അവിടെ ഓണാഘോഷമുണ്ട്. അത്രയും പ്രധാനമാണ് ചിങ്ങമാസത്തിൽ ഓണം. ആ ചിങ്ങമാസത്തിൽ ധാരാളം ചിലവ് വരുന്ന സമയമാണ്. പുതു വസ്ത്രങ്ങൾ മേടിക്കണം, ഓണസദ്യ ഒരുക്കണം, ഗസ്റ്റ് ഉണ്ടാവും, വരുന്നവർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.